ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടിക്കാൻ പോണ സാധനം എന്നറിയോ? ഇന്ന് ഇന്ത്യനാ. ഇത് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല. എനിക്ക് ഇന്ത്യൻ വിസ്കി അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷേ ഇത് കഴിച്ചവരെല്ലാവരും പറഞ്ഞ് നല്ല സാധനമാണ്, ചേട്ടനൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനൊരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചു നോക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോടല്ലേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഇത് ഡബിൾ കാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വുഡ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ബർബണും അതുപോലെ തന്നെ യൂറോപ്യൻ ഓക്ക് ഷെറി, ഈ രണ്ടും കൂടിയിട്ടുള്ള അതാണ് ഡബിൾ കാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സംഭവം ഒന്ന് അടിച്ചു നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ, 45% ആൽക്കഹോൾ, 750 ml 750 ml ആണ് ഇതിൽ വോളിയം, അതായത് എമൗണ്ട് ഉള്ളത്. ഇപ്പോൾ ഈ ഇന്ത്യൻ വിസ്കികളുടെയൊക്കെ ഉണ്ടല്ലോ, പാക്കിംഗ് ഒക്കെയാണ് രസം. നോക്കിയ സാധനം ഇതൊരു എന്താ പറയുക, പണ്ടൊക്കെ ആൾക്കാർ എന്താ പറയുക, നമ്മൾ രാജാക്കന്മാരുടെ കഥയൊക്കെ പറയുമ്പോഴേ ആൾക്കാരിങ്ങനെ ഒരു കിഴി സ്വർണം കൊടുക്കില്ലേ, അങ്ങനത്തെ സെറ്റപ്പാ. റാംബർ ഡിസ്റ്റിലറി, അടിപൊളി. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. എന്താ ഭംഗി എന്നറിയോ? ഓ, സ്വർണ്ണം എടുക്കണ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗോൾഡ് പോലെ ഇരിക്കണം. എന്തായാലും ഈ സാധനം എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി സാധനം. അപ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് കൺസംഷൻ ഓഫ് ലിക്കർ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെ എല്ലാ സംഭവമാണ് ഇന്ത്യൻ സിംഗിൾ മാൾട്ട് വിസ്കി. ഓക്കെ, അപ്പോൾ ഒരു സ്വല്പം നമുക്ക് അടിച്ചു നോക്കാം. കുപ്പിയൊക്കെ നല്ല അഴകായിട്ടാണ്. ഇത് ഇന്ത്യൻ വിസ്കിയിലേ. ഓക്കെ, സൈഡിലിരിക്കട്ടെ. വാവ്, മണം മണം എന്തെന്നാ പറയുക, നന്നായിട്ട് മണം എടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഉണക്കമുന്തിരിയുടെ മണമില്ലേ, റൈസിൻസിൻ്റെ ഉണക്കമുന്തിരിയുടെ മണമുണ്ട് ശരിക്ക്. ഫ്രൂട്ട് സ്മെല്ലാണ്, ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ്. പക്ഷെ നന്നായി എടുക്കുമ്പോൾ ഉണക്കമുന്തിരിയുടെ മണം നന്നായി കിട്ടുന്നുണ്ട്. അതുപോലെ ഓക്കിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ അമേരിക്കൻ ബർബണിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതെനിക്കെന്താ റൈസിൻസ് ഉണക്കമുന്തിരിയുടെ ആയതുകൊണ്ട്. കാരണം ബർബൺ ഒരു ചെറിയൊരു സ്വീറ്റ് സ്മെല്ലുണ്ടല്ലോ, ഇതൊരു സ്വീറ്റ് സ്മെല്ലുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ റൈസിൻസും അതുപോലെ ഒരു സ്പൈസി സ്മെല്ലും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ സ്വല്പം നമ്മൾ സാധാരണ അടിക്കണ പോലെ സ്വല്പം എടുത്ത് നോക്കാം. ഞാനിന്നിവിടെ വെള്ളം പോലും എടുത്ത് വെച്ചിട്ടില്ല. സാധാരണ ഇന്ത്യൻ വിസ്കി എനിക്ക് വെള്ളമില്ലാണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഇതൊന്ന് കഴിച്ച് നോക്കാം. അത് കഴിക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്. ഇവൻ പുലിയട്ടാ, ഇവൻ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. വാവ്, അടിപൊളിയായിട്ടുണ്ട്. പാലറ്റിൽ കിട്ടണത് ഫ്രൂട്ടി ഇത് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ മിക്സിൻ്റെ ഉണ്ടല്ലോ, ആ ബർബണിൻ്റെയും ആ ഷെറിയുടെയും ഇത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഐസ് ഇട്ട് കഴിച്ച് നോക്കാം. ഇത് നീറ്റടിക്കാം സാധനം, മെല്ലെ അടിക്കണമെങ്കിൽ നീറ്റടിക്കാം. അപ്പോൾ നമുക്കൊരു 30 കൂടി എടുത്തിട്ട് ഓക്കെ. മണമുണ്ടല്ലോ, വൈനിൻ്റെയൊക്കെ മണമോ, നമ്മൾ ഡാൽമോർ അടിക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു മണം, രസമുള്ള മണം. അപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് നമുക്കിരിക്കുന്നുണ്ട്. ആ ബീഫ് ഒരു സ്വല്പം ആയിലിട്ട് ആ നീറ്റിൻ്റെ നമുക്ക് നീറ്റടിച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോണ്ടോ ആ വായ ടേസ്റ്റ് മൊത്തം കൂടെ പോകണം. നാട്ടിൽ എന്താ വില എന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ അടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം
ഇതടിച്ച ഒരുമാതിരിപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടിച്ചിട്ട് ഇഷ്ടപ്പെട്ട് ഉള്ള ആൾക്കാർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബീഫ് അത് നല്ല പറ്റും. ഇന്ന് വൈകുന്നേരം നമ്മുടെ ഒരു ഫ്രണ്ട് അനശ്വർ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇവിടെ കൈരളി റെസ്റ്റോറൻറ്റ്, നമ്മുടെ കൂട്ടുകാരൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ, അരുൺ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് അലോഷി എന്നൊക്കെ പറഞ്ഞ അവരുടെ റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് ഒരു സോളോ സിംഗും ഡിന്നറും ഫുഡ് ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അവിടെ സോളോ ആയിട്ട് ആൾ പാട്ട് പാടും. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട്. പെട്ടെന്ന് ഞാനൊരു വീഡിയോ ഇടാം. നമ്മൾ നാട്ടിലെ നൊസ്റ്റാൾജിക് സോങ്സും കേട്ട് രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് സാധനം കിടക്കാച്ചാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഐസ് ഇട്ട് ഞാൻ കഴിക്കാണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐസ് ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കി നോക്കാം. ഐസ് ഇടുമ്പോൾ ടേസ്റ്റ് മാറി. ഐസ് ഇടുമ്പോൾ ടേസ്റ്റ് മാറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്തിരിയുടെ ഇതുണ്ടല്ലോ അതങ്ങോട്ട് കുറച്ച് പോയി. എന്നിട്ട് ഷെറിയുടെ അത് മുകളിലേക്ക് വന്നു. പിന്നെ ആ സ്പൈസിനെസ്സും മുകളിലേക്ക് വന്നു ഇതിടുമ്പോൾ. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ സംഭവം ഒന്ന് അടിച്ചടിച്ചിരിക്കട്ടെ. എനിക്ക് സംഭവം നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതേ അടിക്കുള്ളൂ. നമ്മൾ ഫ്രണ്ട്സിനൊന്ന് കൊടുത്ത് നോക്കാം, അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനൊന്ന് അടിക്കട്ടെ. അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. ബൈ ബൈ.